നമുക്ക് മോമോസിൻ്റെ ഷീറ്റിനായിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു ചെറിയ സൈസുള്ള 10-20 മോമോസ് ഉണ്ടാക്കാനുള്ള മാവുണ്ട്. ഇനി ഇതിൽക്കായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മാവ് ഒന്നും കൂടെ സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ തന്നെ മതിയാവും. എന്നിട്ട് ആദ്യം അതെല്ലാം ഒന്ന് കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു മാവ് പോലെ കുഴച്ചെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന മാവുണ്ടല്ലോ, ആ ഒരു രീതിക്ക് വേണം ഇതും കുഴച്ചെടുക്കാൻ. ഒരു 5-6 മിനിറ്റൊക്കെ വെച്ചിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയും ടേസ്റ്റ് ഒന്നും കിട്ടില്ല, എന്നാലും നമുക്ക് ഹെൽത്തി ആണല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ മാവൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്കായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ്, മാവ് ഡ്രൈ ആയി പോവാതെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഓയിൽ നന്നായിട്ട് മാവിൻ്റെ മേലെ തടവിയതിന് ശേഷം ഒരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ സമയം നമുക്ക് മോമോസിൻ്റെ മാവ് റെഡിയാക്കിയിട്ടെടുക്കാം. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 100 ഗ്രാമൊക്കെ ഉണ്ടാവാൻ മതിയാവും. എന്നിട്ട് അത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പം ചോപ്പറൊക്കെ ഉണ്ടല്ലോ, ചോപ്പറിലിട്ടിട്ട് ചെയ്താലും നന്നാവും. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൽക്കായിട്ട് കുറച്ച് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 വലിയുള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ ചോപ്പ് ചെയ്തെടുത്തിക്കാണ് കേട്ടോ, ചോപ്പറിലിട്ടിട്ട്. അപ്പോൾ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അതിൻ്റെ മുന്നേ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ബീഫിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പം ആ ഉള്ളിയിലേക്കൊക്കെ വേണ്ടിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സാധനമാണ് ചേർക്കുന്നത്. ഇത് സോയ് സോസ് ആണ്. 1.5 ടീസ്പൂൺ സോയ് സോസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, പിന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും നമ്മുടെ മാവിൻ്റെ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. പിന്നെ അതിൽ നിന്ന് ഓരോരോ ബോൾ വീതം എടുത്തിട്ട് നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കണം. എത്ര തിന്നാക്കാൻ പറ്റണോ അത്രയും തിന്നാക്കിയിട്ട് പരത്തുക. അപ്പോഴാണ് നമ്മുടെ മോമോസ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഈ മോമോസിൻ്റെ ഷീറ്റ് അത്രയും തിന്നായിട്ടാണ് ഉണ്ടാവുക. ഞാൻ മണാലിയിലൊക്കെ പോയിട്ട് കഴിച്ച സമയത്ത് ഭയങ്കര തിന്നേനെ കേട്ടോ ഇതിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ മാക്സിമം തിന്നാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു മൂടി വെച്ചിട്ട് അതിൽ നിന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ. ഈ കട്ട് ചെയ്തെടുത്ത പീസസ് ഞാൻ ഒന്നും കൂടെ കൈ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് തിന്നാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല തിന്നായിട്ടാണ് ഇപ്പം ഈ ഷീറ്റ്സ് ഇരിക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് 1 സ്പൂണ് നമ്മുടെ മസാല വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് എടുക്കുക. മോമോസ് പല ഷേപ്പിൽ നമുക്ക് ആക്കാനായിട്ട് പറ്റും. ഞാൻ തന്നെ ഒരു 1-2 ഷേപ്പ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ ആയിട്ട്. അപ്പം ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഷേപ്പാണ്, ആർക്കും ഉണ്ടാക്കിയെടുക്കുക. അത്രയും സിമ്പിളാണ് ഈ ഒരു ഷേപ്പ്. മാവ് തീരുന്നവരെ നമുക്കിതേപോലെ എല്ലാതും റെഡിയാക്കിയിട്ടെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ നമ്മുടെ മോമോസ് വെച്ച് കൊടുക്കുന്നത്. എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. മോമോസ് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൈദ ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഹെൽത്തിയാണ് കേട്ടോ. കാരണം നമ്മളിത് ഓയിലിട്ട് പൊരിച്ചെടുക്കണമൊന്നുമില്ല, വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്, ആവി കയറ്റിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇഡ്ഡലിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മളെ മോമോസ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടീനെ. ഇതിൻ്റെ ഉള്ളിലായിട്ട് ആ ഉള്ളിൻ്റെയും പിന്നെ ബീഫിൻ്റെ ഒക്കെ ഒരു സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഇറങ്ങിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുറന്ന പാടെ തന്നെ നല്ല മണം അടിക്കുന്നുണ്ടേനെ. അങ്ങനെ ഞാൻ ഒരു ബാച്ച് കഴിഞ്ഞപ്പം രണ്ടാമത്തെ ബാച്ചും ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മോമോസ് മുഴുവനും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സെയിം സംഭവം നമുക്ക് ചിക്കനിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ചിക്കൻ്റെത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുമുണ്ട് ഒരു റമദാൻ വീഡിയോയിലായിട്ട്.
ഈ മോമോസിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടൊരു സോസ് അവർ സെർവ് ചെയ്യലുണ്ട്. അപ്പോൾ ഞാനത് ഉണ്ടാക്കാനുള്ള മടിയുണ്ട്. എൻ്റെ അടുത്ത് സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടായിരുന്നു, അതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിലും നമ്മുടെ മോമോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചിക്കൻ വെച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്